ചോറ് കഴിക്കുക. ചോറിന് എന്താ കൂട്ടാന്? തേങ്ങ തേങ്ങ മാത്രമേ ഉള്ളൂ? ചമ്മന്തിയാ? നിങ്ങളെ ബെഡ്റൂമ് ആരെ വിളിഞ്ഞിക്കണോടെ? ഇത് അടുക്കളേ? ഇത് എൻ്റെ നാട്ടിലെ ഒരു ട്രൈബ്സ്. നമ്മള് കഴിഞ്ഞൊരു വീഡിയോയില് എന്താ ഇവരെ കണ്ടില്ലേ, കുറുമരെ കണ്ടില്ലേ? ഇവര് എൻ്റെ സ്വന്തം നാട്ടിലെ ആൾക്കാരാട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവരെ മൊത്തം പരിചയമുണ്ട്. അതുപോലെ വീടാണിത്. അതുപോലെ വീട് ശരിക്കും ട്രഡീഷണൽ ആയിട്ട് കണ്ടിട്ടത്. പുതിയ വീട് ബാക്കിൽ വരുന്നുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന വീടും ഇതുപോലെ അടുക്കളയാണ്. നമുക്ക് ഇന്നൊരു ദിവസം ഇവരെ കൂടെ ഒരു മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അതും പിന്നെ മീൻ പിടിച്ചുണ്ടാക്കണതൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇവർ പണിയരാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് നായക്കർ അവരത് കണ്ടു, പിന്നെ കുറുമരത് കണ്ടു. ഇനിയിപ്പോൾ ഉള്ളത് ഇവർ പണിയരാണ്. ഇവരെ ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോ നമുക്ക് കാണാം. ഇവരിപ്പോൾ ഒരുപാട് മാറി കേട്ടോ. ഇവർ ഓരോ ഡ്രസ്സിൽ വരെ മാറ്റം വന്നിരിക്കണം. പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇവര് ഡ്രസ്സും മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. കറുപ്പ് തുണി, പിന്നെ കാതിൽ ഇത്ര വലിയൊരു ഓല ചുറ്റിട്ടുണ്ടായിരുന്നു നമ്മള് പണ്ട്. അത് കാണിച്ചേര്. അല്ല, കാത് കാണിച്ചേര്. അവരെ കാതുണ്ടാവും, ഓല ചുറ്റി 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 ഇത്ര വലുതാക്കിയിട്ടുണ്ടാവും പണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല. അതൊക്കെ എന്താ ഒഴിവാക്കിയപ്പോ? അതൊക്കെ പോയി ഇങ്ങനെ തന്നെ കൊല്ലം ഇങ്ങനത്തെ ജഡൊക്കെ അല്ലേ, അതൊക്കെ തട്ടി പോയിക്കുമ്പോ ആദ്യമൊക്കെ പെട്ടിയും ഇതും അതും ഉണ്ടായിരുന്നോ? എവിടെയൊക്കെ തുണി കഷ്ണാക്കിയോ ചഞ്ചിലിയോ ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അതിലെ എല്ലാം കമാലു മാല. ഇപ്പൊ ആരെങ്കിലും അങ്ങനത്തെ ഇടുന്നുണ്ടോ? ആ കമ്മല് ആരും ഇടുന്നില്ലല്ലേ? അതില് ഒക്കെ മാറി കേട്ടോ. അതിലിപ്പോ ഏകദേശം സാധാ നമ്മളെ പോലെ തന്നെ സാധാ ഒക്കെ നമ്മളെ ഒക്കെ ഒരുപാട് മാറ്റം വന്നപ്പോലെ. ഇനിയിപ്പോ വീടുകളും വീടുകളൊക്കെ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കാണ്. ഇനി കണ്ടില്ല, ഇനിയിപ്പോ നല്ല അടിപൊളി വീടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ആദ്യമൊക്കെ ആൾക്കാരും ഒരു വെള്ള തുണി ഒരു തലയിൽ തട്ടിടും അല്ലേ പണ്ട്? വെള്ള, പിന്നെ ഒരു കറുപ്പ് തുണിയും കൊടുക്കും. ഇപ്പൊ എവിടെയും ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ആദ്യമൊക്കെ രാത്രി കല്യാണം കഴിച്ച് കൊണ്ടുപോകും. ഇപ്പൊ എവിടെ രാത്രി കല്യാണം കഴിക്കുന്നുണ്ട്? നിങ്ങളെ ഇവിടുത്തെ ആരെങ്കിലും കല്യാണം ഉണ്ടോ ഇവിടുത്തെ എന്തെങ്കിലും? എനിക്ക് വന്ന് വീഡിയോ എടുക്കാനായിരുന്നു. ആലപാലിന് എന്താ അത് എനിക്കറിയില്ല. അമ്മ എവിടെ ആയിട്ടില്ല. നമ്മളെ അടുത്തറിയണ ഒരാളുണ്ട് കേട്ടോ, നമ്മളെ കറുപ്പനി. കറുപ്പോ എന്താ കാട്ടുന്നേ? നിങ്ങളെ ഞാൻ ടി വിയിലിടാൻ പോവാണേ. എന്ത് കൂട്ടാനി? താളിയോ? താളിലേ? ആ, ഇന്ന് പണിയില്ല? സുഖല്ലേ? നമ്മളെന്തേ നിങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ നായക്കരത് എടുത്തു, പിന്നെ കുറുമരത് എടുത്തു. നിങ്ങളത് എടുക്കാൻ പിന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ. ഇവര് നമ്മളെ നല്ല അറിയുന്ന ആൾക്കാരാട്ടോ ഇവരൊക്കെ. എന്താ ഒരു മോള് പോകുക. ഓല് മീൻ പിടിക്കാൻ ഇറങ്ങി കേട്ടോ. ഞാൻ ഓലെ കൂടെ പോവാണ്. ഞാൻ പോയിട്ട് വരാം. ഓലെ കൂടെ മീൻ പിടിച്ചാൻ പോയിട്ടേ പിടിക്കണതും എന്നിട്ട് വെച്ചുണ്ടാക്കണമൊക്കെ ഒരു വീഡിയോ എടുക്കണം. അതിൽ മൊത്തം നമുക്ക് നല്ല പരിചയം കേട്ടോ. അതുപോലെ നമ്മളെ പണിക്ക് എല്ലാത്തിനും വരുന്ന ആൾക്കാരാണ് അവര്. നമ്മളിഞ്ഞ ഓലെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഉണ്ടോ? മീൻ പിടിക്കണ്ടോ? ഇല്ലേ? ഓല് നടന്ന്
ഇത് അവിടെ എത്തി. കുറച്ച് ആൾക്കാർ മുമ്പ് പോയിക്കണ തോന്നുന്നു. അതിൽ തോട്ടിൽ നിന്നാണ് മീൻ പിടിക്കുന്നത്. ചെറിയ മീനുകളൊക്കെ ഇട്ടോളൂ എന്ന് പറഞ്ഞു. എന്നാലും പോയേക്കാം നമുക്ക്. നല്ല രസമായി കയറാം. ഈ തോടെ എങ്ങനെയാലും മറികടന്നേ. ആയല്ലോ ഇവിടുന്ന് ചാടിക്കോട്ടോ. ഇവിടെ ചെറിയതാണ് തോന്നുന്നു. ഇല്ലല്ലേ? വേണ്ടോ കുറച്ചായത് കേട്ടോ. ഓല എങ്ങനെ പോയത്? ഇതിലല്ലേ പോയത്? ഓല് നടന്ന് കുറേ എത്തിട്ടോ. കുറേ ദൂരെ പോയിക്കുന്നു. നമ്മളെ നാട് കണ്ട എന്ത് രസമാണെന്ന് നോക്കാം. ഫുള്ള് വയലും തോടും കൃഷിക്കായിട്ട് അടിപൊളി നാടാണ്. ഓ പോകുന്നുണ്ട്. വിഷ്ണു വാ. ഈ ഒരു ഭാഗം അങ്ങോട്ട് പുതിയതായിട്ട് നട്ട വയലാട്ടോ, തൈകളാണ്. ഈ ഭാഗത്ത് കണ്ടോ, അതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. എൻ്റെ കൊല വെട്ടീൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഇനിയിപ്പോൾ മൊത്തം ക്ലീൻ ആക്കും. ആ ഓല കണ്ടു എന്തായിരുന്നു. ഇതിവിടെ കുറച്ച് വായ്പണിക്കാരുണ്ട് കേട്ടോ. വലിയ മേലല്ലേ ഓലോടെ? സൂര്യക്ക് എവിടെ പോയി? അല്ല ഒരു മീൻ പിടിക്കാൻ വേണ്ടി വന്നില്ലേ? അവരങ്ങോട്ട് പോയി. മേലെ പോയോ? പോട്ടെ. ഒരു കുറേ ദൂരെ പോയിട്ടോ. ഓടട്ടെ നീ. വാടാ വിഷ്ണു, ഓടിക്കോ. ഓലെ കാണല്ല. എത്തി. എവിടെ? തോടെവിടെയാണ്? ഇനി പോണോ? ഞങ്ങളിപ്പോൾ നടന്ന് 3-ാം പുറത്തിട്ടോ. ഇതിൻ്റെ മേലെ ഈ കയറ്റം കയറിയാലാണ് 3-ാം പുറം. വില പൊത്തി ഞങ്ങൾ നടന്നിട്ട്. ഓലോടാ സൂര്യ ഓലോടെ? അവരോടെ എത്തിയോ? ആ ഉണ്ടാക്കണ പോലെ അവിടെ. ഇത് ഭയങ്കര മടി കേട്ടോ അവർക്ക്. പേരൊക്കെ സൂര്യ എന്നൊക്കെയാണ്. പക്ഷേ ആ ശിവനുണ്ടല്ലോ. ശിവ എന്താ മടി? അവർക്ക് ഭയങ്കര മടിയാണ്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. നമുക്ക് അങ്ങനെ ചുറ്റി വരുമ്പോൾ കാണാൻ പറ്റും. വെള്ളച്ചാട്ടമല്ല, അതൊരു വെള്ളം തടുത്ത് നിർത്തിയേക്കാണ്. ഒരു ഡാം, ചെറിയ ചെക്ക് ഡാം. സൂര്യ എത്തിയില്ലേ? ഇനി എത്ര പോണോ? ഇനി പോണോ? കുറേ ദൂരം പോണല്ലോ. അവിടെ തന്നെ വെച്ചിട്ടുണ്ടാക്കും നിങ്ങൾ? പിന്നെ വീട്ടിൽ വന്നിട്ടോ? നിങ്ങൾ നടന്ന് കുറേ പോയിട്ടോ. ഇനിയും എത്തിയിട്ടില്ല. ഇനിയും കുറേ പോകണമെന്നാണ് പറയുന്നത്. പോയേക്കാം. നമ്മൾ അവിടെ നിന്ന് തന്നെ കുറച്ച് വെച്ചുണ്ടാക്കി തരണം കേട്ടോ. വിശക്കുണ്ട്. ചോറുണ്ട? ഞാൻ ചോറുന്നിട്ടില്ലേ. നമ്മളങ്ങനെ പോലെ ഗ്യാങ്ങിൻ്റെ ഒപ്പം എത്തിട്ടോ. ശിവ നിക്ക്. ഇത് നമ്മളെ ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഇത് നമ്മളെ കമ്പനിക്കാരൻ കേട്ടോ.
ഞങ്ങളൊപ്പം കളിച്ച് വളർന്നതാണ്. മൂപ്പര് മാത്രം എനിക്ക് ഇതിൽ പിന്നെ സൂര്യനെ പരിചയമുണ്ട്. നിങ്ങളൊക്കെ പേര് പറയടാ. ഇവരൊക്കെ പരിചയമുണ്ട്, ഇവരൊന്നും പേര് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളുടെ പേരെന്താ? മുരളി. മുരളി. നിങ്ങളതോ? പറയേ. ബാബു. ബാബു. നിങ്ങളതോ? ചെമ്പനോ. പിന്നെ അത് സൂര്യ. പിന്നെ മറ്റവൻ്റെ പേര് എനിക്കറിയില്ല. സസ്യോ. എന്തോ എന്താ? സനുവനോ? സെൽവനോ. ഇവരൊക്കെ നല്ല പരിചയം കേട്ടോ നമുക്ക്. പക്ഷെ വല്ല പേരറിയില്ല. ഞാനുണ്ടോ? ഇവരെ കൂടെ എപ്പോഴും എന്താ നായ്ക്കളുണ്ടാവും കേട്ടോ. അതിന് ഞങ്ങൾ നായ്ക്കളെ കൊണ്ടുപോകണേ. വില വിട്ട് പോകണമെങ്കിലും വില കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ കടിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ വന്ന് കുറേ ചായത്തോട്ട ഏരിയകൾ എത്തിയിട്ടു. ഇനി കുറേ പോകണോ? കുറേ പോകണം. എത്ര ഉണ്ടാവും? പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ 3 നമ്പർ കഴിഞ്ഞല്ലോ. നമ്മൾ അവിടുന്ന് കണ്ടില്ലേ, അത് ഷോർട്ട് കട്ട് കൂടെ കയറിയിട്ടിപ്പം ആ ഒരു ഭാഗത്തായിട്ട് 3 നമ്പർ വരുന്നു കേട്ടോ. 3 നമ്പർ കട്ടായി നമ്മൾ ഷോർട്ട് കട്ട് കൂടെ കയറിയിട്ട്. നമ്മൾ ദേർഷോലെ പോകുമ്പോൾ ഇനി എങ്ങോട്ടാ മേലേക്ക് തന്നെ? നമ്മൾ ദേർഷോല റൂട്ട് തന്നെയല്ലേ? ഇടയ്ക്കൊക്കെ ചായക്കാട്ടിലൊക്കെ ആന ഉണ്ടാവും. അതിലോ? അതില് ഫുള്ള് എന്താ വേലി കെട്ടിക്കണം ഇവിടെ? ഇറക്കൊക്കെ ഇട്ടിട്ട് പത്ത് കാര്യമൊക്കെ പൊളിക്കും. നമ്മൾ വയലൊക്കെ ഇറങ്ങും. കൃഷിയൊക്കെ നാശാക്കി അങ്ങനെ പോകും. ഞങ്ങളിങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ രണ്ടൊക്കെ മീനൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഡെയിലി ആനൊക്കെ ഇടയ്ക്കൊക്കെ കാണും. ഉണ്ടാവോ? ഉണ്ടാവില്ലേ? ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. വൈകുന്നേരം ടൈമിൽ ഇത് ആനക്കില്ലേ വേലിയുണ്ടോ? കാക്കാ കൊല വിട്ടുണ്ടോ? അവള് കാലിൻ്റെ ചൂട്ട് കൂടെ തന്നെ നടക്കുന്നുണ്ട്. നമ്മളെ ഭാഷ മാറിയൊക്കെ അടിച്ചുവോ? നിങ്ങളാന്ന് വെച്ചിട്ട് കറണ്ട് പിന്നാലെ വരുന്നത്. നമ്മളെ ഭാഷ മാറുമ്പോൾ ചിലപ്പോൾ കടിച്ചെന്നാവും. കാലിൻ്റെ ചൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒപ്പം തന്നെ വരുന്നുണ്ടല്ലോ നമുക്ക് സെക്യൂരിറ്റി ആയിട്ടില്ലേ. ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. പിന്നെ ഓർമ്മ ഉണ്ടാവും അവിടെ വന്നിട്ട്. നല്ല ചുറ്റിപ്പറ്റുന്ന നമ്മളെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ നടക്കട്ടോ. മുമ്പിലും ബാക്കിലും നടുവിലൊക്കെ ആയിട്ട് നായ്ക്കള്. കാട്ടുപോയൊക്കെ എത്ര ദൂരക്കാ പറക്കണത്? അത് നമ്മളെ ക്യാമറ കിട്ടിക്കണമെന്ന് അറിയില്ല. കാട്ടുപോയി ഇവിടുന്ന് താഴെന്ന് മേലെ വരെ പറന്നു പോയി നിൽക്കാണ്ട്. കിളികൾ അത്ര ദൂരം പറക്കുള്ളൂ. ഞാൻ കോഴി ഇത്ര ദൂരം പറക്കുന്നത് ആദ്യമായിട്ട് കാണുന്നു. ഈ തോട്ടില്ല? എത്തിയോ? നമ്മളെ സ്ഥലത്തെത്തിയോ? അല്ല പാറയൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ടാവും. ഞണ്ടിനെ പിടിക്കല്ലേ ഞങ്ങള്? മീനും എല്ലാം ഇതാ സ്ഥലം, സ്പോട്ട് ഇതാ. നമ്മളെ സ്ഥലത്തെത്തിട്ടോ. അതിൽ മീൻ പിടിക്കുന്നത് എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം.